ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു ചർച്ചയായ ഒരു കാര്യമാണ് ആക്ട്രസ് അനുഷ്കയുടെ ഈ അസുഖത്തെ പറ്റിയിട്ട്. കാരണം ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത് ഭയങ്കര പ്രശ്നമായി മാറുകയാണ്. അപ്പം അത് ആ ഒരു അസുഖത്തെക്കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഈ കണ്ടീഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നാഡീ സംബന്ധമായ തകരാറ് കാരണം വരുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രയാസം, പലതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ നമ്മളെ മൈൻഡിൽ വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പേര് സീഡോ ബൾബാർ എഫക്റ്റ് എന്നാണ്. സീഡോ ബൾബാർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. നമുക്ക് കരച്ചിലാണെങ്കിലും ചിരിയാണെങ്കിലും അതിനെ അൺകൺട്രോളായിട്ട് നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റണമല്ലോ. നമുക്കിപ്പോൾ ചിരിയാണെങ്കിലും ഒരു ഇൻപ്രോപ്പർ ലാഫ്, ഇൻപ്രോപ്പർ ക്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ നമ്മൾ അബ്നോർമലായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് അവിടെ സങ്കടം, കരച്ചിലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷനെങ്കിലും കുറച്ചൊരു എന്താ പറയുക, ഒരു ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അവിടെ നമ്മൾ ചിരിച്ചും കളിച്ചുകൊണ്ട് പോകുന്നത് ശരിക്കും ഒരു ഇനപ്രോപ്പറേറ്റാണ് നമുക്കറിയാം. അപ്പോൾ നമ്മളാരും അവിടെ അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊന്നും അവിടെ ചിരിച്ച് തമാശ പറയാൻ നിൽക്കുള്ള ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ. അതേസമയം നമ്മളൊരു ടൂറ് പോവുകയാണ്, ഒരു നമ്മൾ ജോളി മൂഡിൽ പോവുകയാണെങ്കിൽ, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ നമ്മൾ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും, എന്താടോ നീ മൂഡ് ഔട്ടായിട്ടിരിക്കണം, അതൊക്കെ ഒന്ന് മറച്ചു വെക്ക്, ഇതിനൊക്കെയല്ലേ നമ്മൾ ടൂറിന് വന്നത്, നമുക്കൊന്ന് ജോലി അടിക്കണ്ടേ, തമാശ ആക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ ഡിപ്പെൻസ്, ഓരോ മൂഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കടിക്കുമ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അത് ഈ കേസിൽ സീഡോ ബൾബാർ എഫക്റ്റിൽ ഉണ്ടാവുന്നില്ല. അത് ചില സമയത്ത് എക്സ്ട്രീമായി പോകും, ബിയോണ്ട് കൺട്രോൾ ആവും, ഒരു ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അവിടെ ഒരു നമ്മളെ കൺട്രോൾ അല്ലാത്ത ഒരവസ്ഥ വരികയാണ്. ചിലപ്പോൾ അത് കരച്ചിലും ആവാം, അതുപോലെ ചിരിയിലും ആവാം, പെട്ടെന്നായിരിക്കും. അതുപോലെയുള്ള അവസ്ഥ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ആക്ട്രസിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് സെൽഫ് ഡയഗ്നോസ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ പറയാൻ പറ്റും, എനിക്ക് ചിലപ്പോൾ എൻ്റെ ചിരി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ ചിലപ്പോൾ എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ കരച്ചിൽ അങ്ങ് ഭയങ്കര എക്സ്ട്രീമായി പോവുകയാണ്, എനിക്ക് തന്നെ അറിയാം അത് കുറച്ച് വേഴ്സാണ്, ആളുകളുടെ ഇടയിൽ മോശമാണെന്നൊക്കെ അറിയാം, പക്ഷേ എനിക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അത് എന്തായാലും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്താണെങ്കിലും നമുക്കത് ട്രീറ്റ്മെൻറ്റിലെടുക്കാം. ശരിക്കും വേണ്ടത് വെച്ചാൽ സെൽഫ് നമ്മൾ സപ്പോർട്ടീവായിട്ട് അവരെ കെയർ ചെയ്യുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. സാധാരണ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതിൻ്റെ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കും. ഇഫ് നെസസറി ആണെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് ടാബ്ലറ്റ്സ് കൊടുക്കും, അങ്ങനെ കറക്റ്റ് ചെയ്യും. പിന്നെ സപ്പോർട്ടീവായിട്ടുള്ള കെയറും ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് പല കണ്ടീഷൻസിലും സാധാരണ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി പ്രകടമായിട്ട് കാണും. എസ്പെഷ്യലി സ്ട്രോക്ക് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ബ്രെയിൻ സ്ക്ലെറോസിസ് സംഭവിച്ച കേസുകൾക്ക്, അതുപോലെ പാർക്കിൻസൺസ് ഡിസീസിൽ, പിന്നെ അൾഷീമേഴ്സ് ഉള്ള ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ഇത് കുറച്ചുകൂടി ഉണ്ടാകുമ്പോൾ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാവും. കാരണം ഇത്തരം അവർക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള പാർക്കിൻസൺ ഡിസീസ് ആയിക്കോട്ടെ, അൾഷീമേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ബ്രെയിൻ പിന്നെ ഇഞ്ചുറീസൊക്കെ, ട്രോമാസൊക്കെ വരുമ്പോൾ, അങ്ങനത്തേലൊക്കെ ചില പ്രശ്നങ്ങൾ ബ്രെയിനിൽ ഡാമേജ് സംഭവിക്കുമ്പോൾ ഈ സെൻറ്റേഴ്സിലൊക്കെ വരുന്ന ചെറിയ കംപ്രഷൻസും പ്രഷേഴ്സുമൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അത് ഔട്ട്കമായിട്ട് വരും. അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവും, ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇത് വേഴ്സണിങ് ആയിരിക്കും. അപ്പോൾ അതും ശരിയായ വണ്ണം ഒബ്സർവ് ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രോക്ക്, അതുപോലെ അൾഷീമേഴ്സ്, ഇങ്ങനത്തെ കാര്യത്തിന് ന്യൂറോളജിസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കും. അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അവരത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും ഇതിനുണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ മുമ്പുണ്ടായ ഒരു കേസ് കൂടി ഞാനിതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുമ്പ് ഒരു യങ് ആയിട്ടുള്ളൊരു പയ്യൻ എൻ്റെ അടുത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ പയ്യൻ വന്നു. അവന് മറ്റ് ഫിസിക്കലി യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അവന്
പെട്ടെന്ന് ചിരി വരുന്ന ഇതേമാതിരിയുള്ള പ്രശ്നമായിരുന്നു. ചിരി വരുമ്പോൾ ഭയങ്കര അൺകൺട്രോളായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ സംശയങ്ങൾ, ഇപ്പോൾ സീഡോ ബൾബർ എഫക്റ്റിനെ പോലെ ചില സംശയങ്ങൾ വന്നിട്ടാണ് നമ്മളത് അവരെ വളരെ ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അഡ്മിഷന് അവരോട് അഡ്വൈസ് ചെയ്തു ഒബ്സർവേഷന് വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം കിടന്നപ്പോൾ ഞങ്ങൾ തന്നെ അത് ശരിക്കും റിയലൈസ് ചെയ്തു, അത് കാണാൻ വേണ്ടിയിട്ട്. ചില സമയത്താണല്ലോ ആ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അങ്ങനെ കണ്ടതിന് ശേഷം ഞങ്ങളൊരു MRI സ്കാനിന് വിട്ടു. MRI സ്കാനിൽ വിട്ടപ്പോൾ അവന് ബ്രെയിനിൽ ഉള്ള ഒരു സെൻറ്ററിൽ, നമ്മൾ ചിരീനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററിൽ ഒരു ട്യൂമറാണ്. അപ്പോൾ ഞാനൊരു ന്യൂറോ സർജന് നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ സർജൻ ഡോക്ടർ ശിവകുമാറിനെ വിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീസ് ഇത് നമുക്കൊന്നും ചെയ്യണ്ട, ഇത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അവിടെ പാക്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ബ്രെയിനിൻ്റെ. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സർജറി ചെയ്താലും വേറെ എന്തെങ്കിലും ഡെഫിസിറ്റ്സ് ഒക്കെ ഈ പേഷ്യൻറ്റിന് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും വീക്ക്നെസ് വരിക, പാരലൈസിസ് ആവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കാരണം ആ പാക്കിങ്, ബ്രെയിൻ്റെ ആ പാക്കിങ് അങ്ങനെ അത്തരത്തിൽ ഭയങ്കര കൺസീൽഡ് ആയിട്ടൊരു പാക്കിംഗ് ആണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ നോർമാലിറ്റിയിലേക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ട്യൂമർ ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ട്യൂമർ കംപ്രസ് ചെയ്ത് നിൽക്കുന്ന ഏരിയയിൽ ചെറിയ ഡാമേജ് പറ്റുമ്പോൾ ആ ഏരിയ സെർവ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ഡെഫിസിറ്റ്സ് ആവും. അപ്പോൾ അതെനിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്നോട്, ന്യൂറോ സർജൻ എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്കൊന്നും ചെയ്യണ്ട, ഇതങ്ങനെ വിടാം, നമുക്ക് മറ്റുള്ള സപ്പോർട്ടീവായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി, മറ്റേത് ചെയ്യാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ചിലതൊക്കെ ചില ഏരിയയിലൊക്കെ ചില ഡാമേജ് പറ്റുമ്പോൾ നമ്മൾ അറിഞ്ഞാലും എന്താ ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. പിന്നെ ആ പേഷ്യൻ്റ് എന്തായെന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് പിന്നെ വന്നിട്ടില്ല, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു വിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളും നമുക്ക് ഉണ്ടാവാം. പല കാര്യങ്ങൾക്കും മെഡിക്കൽ സയൻസിലാണെങ്കിലും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സർജറി ആണെങ്കിൽ ചെയ്യുന്നത് ചില ഡോക്ടേഴ്സിനെ ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യും, അത് അത്ര അഡ്വൈസബിൾ അല്ല. ഈവൻ ഇപ്പോൾ സ്പൈനിലൊക്കെ ചില ഇഞ്ചുറീസൊക്കെ വരുമ്പോൾ ചില സർജറീസ് ഒന്നും ചില ഡോക്ടേഴ്സ് തന്നെ, സ്പൈൻ സർജൻസ് തന്നെ ചിലത് അഡ്വൈസ് ചെയ്യില്ല. ഇനി അഥവാ മറ്റ് നിവൃത്തിയില്ലാതെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്, അത് ചെയ്താലും എത്രത്തോളം റിക്കവറിയിലേക്ക് വരും, ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ, കൺസെൻറ്റൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അത് ബിക്കോസ് എന്ന് വെച്ചാൽ അതിൻ്റെ പാക്കിങ് അങ്ങനെയാണ്. അപ്പോൾ ആ പാക്കിങ് നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് രണ്ടാമത് റീപാക്കിങ് ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലേക്ക് ദൈവം സൃഷ്ടിച്ച് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. നമ്മളെ ബർത്തിൽ തന്നെ അതിൻ്റെ ഇതൊക്കെ ഗ്രോത്ത് വന്ന് പിന്നെ നമ്മൾ വലുതാകുമ്പോൾ അതിൻ്റെ ഗ്രോത്തൊക്കെ വരികയാണ്. അപ്പോൾ ആ പാക്കിങ്ങൊക്കെ അവിടെ നിന്ന് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാനസികം ഇല്ലാത്തവർക്ക് മാനസികം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഡീപ്പായി ചിന്തിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഇതിപ്പോൾ ആരും സെറ്റ് ചെയ്തതല്ല, നിങ്ങളെ വയറിലോ തലയിലോ ഈ സാധനങ്ങളൊക്കെ പാക്കിങ്. ആ പാക്കിങ് ഒരു കൊച്ചെന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ ഇത്തരം ഒരു ഭ്രൂണം അത് വളർന്ന് വന്ന് ഒരു കുട്ടീൻ്റെ രൂപത്തിലായി, അങ്ങനെ വന്ന് അതിൻ്റെ പാക്കിങ് ഓരോ ഏജിനനുസരിച്ച് ഇങ്ങനെ പാക്കിങ് വരുന്നു. ആരും അവിടെ ഉള്ളിൽ പോയിട്ട് ഒതുക്കി വെക്കുന്നതല്ലല്ലോ. അത് നിങ്ങളെ കുടയിൽ വന്ന് പുറത്തോട്ട് എടുത്ത് ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ തന്നെ പ്രയാസമാണ്. കാരണം അത്ര ലെങ്തിയാണത്. അത് അടക്കി വെക്കണമെങ്കിൽ. അപ്പോൾ അത് അടങ്ങി അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മളവിടെ കിടക്കുകയാണ്. അന്നൊന്ന് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ രണ്ടാമത് ഓർഡറിലാക്കാൻ ഇറ്റ്സ് നോട്ട് വെരി ഈസി. മനസ്സിലായില്ല? അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും നമുക്ക് തന്നെ സംതിങ്. അവിടെയാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കും ചിലപ്പോൾ ദൈവവിശ്വാസം വന്നു പോകും. കാരണം സംതിങ് അതർ ദാൻ മനുഷ്യരല്ലാത്തൊരു ശക്തി എന്തോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലാതെ എങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്തണില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ ചിന്തകൾക്ക് ബിയോണ്ട് ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കണ്ടിട്ട് അഡ്വൈസ് തേടുക. എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടത് വെച്ചാൽ എടുക്കുക. തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു അസുഖത്തെക്കുറിച്ച് ശരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളായിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഞങ്ങളോട് എഴുതി അറിയിക്കുക. സർ, ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്ന്, മൈ ഫ്രണ്ട് ഇസ് ടേക്കിംഗ് സോൾട്ടസ് 200 mg ആൻഡ് ഷീ ഈസ് മാരീഡ് ബട്ട് ഡസ് നോട്ട് വോണ്ട് ടു ഗെറ്റ് പ്രഗ്നൻറ്റ്. അപ്പോൾ ഷീ ബിലീവ്സ് ദാറ്റ് her condition is genetic and is concerned about passing it on to her future children. അപ്പോൾ ഒരു ഭയങ്കരമായ ആവലാതികളോട് കൂടിയൊക്കെയാണ് അപ്പം ചോദിച്ചിട്ടുണ്ട്. അപ്പം സാർ, അപ്പോൾ ഇതിന് ഒരു മറുപടി തരണം. ഭയങ്കര അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ടെൻഷനിലാണ്. ഇതിൽ ഈ സോൾട്ടസ് എന്ന് പറഞ്ഞ മരുന്ന് ഒരു ബ്രാൻഡ് നെയിമാണത്. അമിസൾപ്രൈഡ് എന്നാണ് അതിൻ്റെ കണ്ടൻറ്റ്. അത് 200 mg എന്ന് പറഞ്ഞാൽ 50 mg മുതൽ തുടങ്ങുന്ന ഒരു മരുന്നാണ്. 50, 100, 200
300-400 ഒക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതൊരു ആൻറ്റിസൈക്കോട്ടിക് മെഡിസിനാണ്. സാധാരണഗതിയിൽ ഈ ചിന്തകൾക്കൊക്കെ വേണ്ടിയിട്ട് തോട്ട് ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ പോസിറ്റീവ് ചിന്തകൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സൈക്യാട്രിക് മെഡിസിനാണ്. യൂഷ്വലി ആ മെഡിസിൻ അത്ര വലിയൊരു പ്രശ്നക്കാരനായിട്ട് കാണുന്ന സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ പ്രൊഫൈൽ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മുൻകാലത്തെ പല മെഡിസിൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവുള്ള ഒരു മരുന്നാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇൻഡിവിജ്വൽ വേരിയൻ്റ് ആയിട്ട് വരും. അതായത് ഒരാൾക്കുണ്ടാവുന്ന ആ സൈഡ് എഫക്ട്സ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ്. പക്ഷേ ഈ പ്രഗ്നൻസിക്ക് യൂഷ്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ആൻസൈറ്റിയാണ്. എസ്പെഷ്യലി ഡിപ്രസൻസും ആൻറ്റിസൈക്കോട്ടിക്സും ഒക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ, സൈക്യാട്രിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും കുട്ടിക്കൊക്കെ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ഉണ്ടാവും. ഓഫ് കോഴ്സ് ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതൊക്കെ ന്യൂ ജെന്നായിട്ട് വരുന്ന മെഡിസിൻസിൽ പെട്ടതാണ്. കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ അപേക്ഷിച്ച് മരുന്നുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവുള്ളതാണ്. പിന്നെ ആ ഫിസിഷ്യൻ നിങ്ങളെ, അതായത് സൈക്യാട്രിസ്റ്റ് നിങ്ങളെ കണ്ടീഷൻസ് നോക്കിയിട്ട്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രഗ്നൻ്റ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം വരുമ്പോൾ ആ കാര്യം നമ്മൾ പ്രൈമറി സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയും അപ്പോൾ നിങ്ങളെ അപ്പോഴത്തെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മെയിൻ്റനൻസ് സ്റ്റേജിലാണെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ്റനൻസ് സ്റ്റേജിലായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ 1-2 ഗുളികയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്നത്. അതിൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കാരണങ്ങൾ നിങ്ങൾ ഡോക്ടർ മുമ്പിൽ വെക്കുമ്പോൾ അതിലേക്ക് വേറെ എന്തിലേക്കെങ്കിലും ലെസ്, ഇപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നാണ് ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലെസ് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള വേറെ വല്ല മെഡിസിൻസ് ഉണ്ടോ സെയിം എഫക്റ്റ് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് മാറ്റാൻ നോക്കും. അല്ലെങ്കിൽ ഡോസ് ടൈട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അത് ട്രൈ ചെയ്തോളൂ എന്ന് പറയും. ചിലപ്പോൾ ഡോക്ടർ പറയും അതിപ്പോൾ സേഫ് അല്ല, ഇപ്പോൾ മെഡിസിൻ ഡോസ് മാറ്റം വരുത്തുന്നത് നിങ്ങളെ ഈ കണ്ടീഷൻസിൽ അത്ര ഉചിതമല്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ആ സിറ്റുവേഷൻ നോക്കിയിട്ടാണ്. അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രഗ്നൻസിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രീ ഒക്യുപ്പൈഡ് ആയിട്ട് മൂഡ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ഡോക്ടർ എന്താണ് അതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നോക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഒരു മുൻധാരണ എത്തി. ഇപ്പോൾ ഒരു കപ്പിളാവുമ്പോൾ, ഹസ്ബൻഡ് വൈഫാവുമ്പോൾ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണമല്ലോ. ഒരാളുടെ മാത്രം, ഇപ്പോൾ ഒരാൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് നമ്മൾ തീരുമാനം എടുത്തു നമുക്ക് കെയർ ചെയ്യണം, പ്രഗ്നൻ്റ് ആവണം തീരുമാനിച്ചു. പക്ഷേ ഒരാൾ മാത്രം അതിന് വില്ലിങ് അല്ല, പിന്നീട് ഒരാൾ വില്ലിങ് ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെയും നമ്മൾ ഫാമിലി ഇഷ്യൂസൊക്കെ വരാനും ഉടലെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റീസൺ ഉണ്ട്. നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ന കാരണം കൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് രണ്ടുപേരും മ്യൂച്വലി മനസ്സിലാക്കുകയും അതിന്ന് ഒത്തൊരുമിച്ച് നമ്മൾ പിന്തിരിയുകയും വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ആഫ്റ്റർ 1 ഇയർ മതി, അല്ലെങ്കിൽ ഒരു 2 ഇയർ മതി, ഇപ്പോൾ ധൃതിപ്പെടേണ്ട, കുറച്ചുകൂടി ഒരു 1 ഇയർ കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മെഡിസിൻസ് കുറച്ചുകൂടി ഒന്ന് ടൈട്രേറ്റ് ചെയ്തിട്ട് ചുരുക്കി കൊണ്ടുവരാം, ഇഫ് പോസിബിൾ നമുക്ക് നിർത്താൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഡോസിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ എമർജൻസീസും ബുദ്ധിമുട്ടുകളും പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും ചെയ്താൽ മറ്റുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറേ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇതിന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ അലട്ടിയിട്ട് നമ്മൾ അത് കാരണം മൂഡ് ഔട്ട് ആവാതിരിക്കുക. അത് ഫാമിലിയിലേക്ക് ഒരു പ്രശ്നമാക്കി നമ്മളെ ഫാമിലി ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇതൊക്കെ ഓപ്പണായിട്ട് ഡോക്ടറോട്, നിങ്ങളെ പ്രൈമറി ഡോക്ടറോട് സംസാരിച്ച് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരൊറ്റ മരുന്ന് കഴിക്കുന്ന ഒരാൾക്കൊന്നും അങ്ങനെ ഒരു പ്രഗ്നൻസി പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്കൊന്നെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് മെയിൻ്റനൻസിൽ കൊണ്ടുപോയിട്ട് പ്രഗ്നൻസി എടുക്കാം. പിന്നെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുക, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിലും മുൻകാലത്തെ പോലെയല്ല. ഇപ്പോൾ എവറി മന്തൊക്കെ സ്കാനിങ്ങും ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും മാൽഫോർമേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർക്ക് തന്നെ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും. അപ്പോൾ ആ ഡോക്ടർ തന്നെ ചില ടെസ്റ്റുകൾക്കൊക്കെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചോയ്സുകളും ഉണ്ട്. മുൻകാലത്തൊന്നും അത് കുറവായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട, അത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ചില കാര്യങ്ങൾ വലിയ അഗ്രസീവ് ഒന്നല്ലെങ്കിൽ
നമുക്ക് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് സാറ് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, മറുപടി പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ എഴുതി കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.